ഹിന്ദുക്കൾ ആമിർ ഖാന്റെ ചിത്രങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ബി.ജെ.പി. എം.പി. സാധ്വി പ്രാചി. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് കടക്കൽ ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് സാധ്വി പ്രാചി പറഞ്ഞത്? അജിംഷാദ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്മേലാണ് ഇപ്പോൾ വിവാദ നായിക എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ബി.ജെ.പി. നേതാവ് എം.പിയുമായ സാധ്വി പ്രാചിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ആമിർ ഖാൻ്റെ ഒരു പ്രസ്താവന, ഒരു പൊതു ചടങ്ങിൽ വെച്ച് അദ്ദേഹം കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത ഒരു പൊതു ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന വളരെ വിവാദമാവുകയുണ്ടായി. അതായത് രാജ്യത്ത് അസഹിഷ്ണുത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായും ഇക്കാര്യത്തിൽ ഒരു ദിവസം തൻ്റെ ഭാര്യ കൂടിയായ കിരൺ റാവു ഈ രാജ്യം വിട്ട് തങ്ങൾക്ക് പോകേണ്ടി വരുമോ എന്നൊരു ആശങ്ക തന്നോടൊരു സ്വകാര്യ നിമിഷത്തിൽ പങ്കുവച്ചതായുമുള്ള ഒരു അഭിപ്രായം ആമിർ ഖാൻ പറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരമൊരു വിവാദം രാജ്യത്ത് കത്തിപ്പറഞ്ഞത്. തുടർന്ന് അദ്ദേഹത്തിനെ പിന്തുണച്ചും അദ്ദേഹത്തെ എതിർത്തും രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി പ്രസ്താവനകളാണ് വന്ന് വളരെ രാഷ്ട്രീയ നേതാക്കളും ചലച്ചിത്ര താരങ്ങളും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിനെ ന്യായീകരിച്ച് കോൺഗ്രസ് നേതാക്കളും അതുപോലെ ഇടതുപക്ഷ നേതാക്കളും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ബി.ജെ.പി. ശിവസേന നേതാക്കൾ അടക്കമുള്ള ആൾക്കാർ വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന, ഇന്ന് പാർലമെന്റിൽ പോലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനിരിക്കെ പ്രധാനമന്ത്രി പോലും ഇക്കാര്യത്തിൽ സംസാരിക്കുമെന്ന് നമ്മൾ കരുതിയിരിക്കുക. അത്തരം വാർത്തകൾ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പൊതുവെ ഇത്തരം പ്രശ്നങ്ങൾ എപ്പോഴും വിവാദമുണ്ടാക്കുന്ന ബി.ജെ.പിയുടെ വനിതാ എം.പി. കൂടിയായ സാധ്വി പ്രാചി ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഒരിക്കലും ആമിർ ഖാൻ്റെ ചിത്രങ്ങൾ കാണരുത്, ആമിർ ഖാനെ ബഹിഷ്കരിക്കണം, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണാൻ അവർ തയ്യാറാകരുത് എന്നൊരു വളരെ വർഗീയമായ, വളരെ വിവാദമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സാധ്വി പ്രാചിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് അങ്ങേയറ്റം ഒരു അപലപനീയമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നേരത്തെ സമാനമായ പ്രസ്താവനകളുമായി ശിവസേന ബി.ജെ.പി. നേതാക്കൾ അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. അതായത് പാമ്പിനാണ് പാല് കൊടുത്തത് എന്ന് ഇതിപ്പോൾ മനസ്സിലായി എന്ന് നേരത്തെ ശിവസേന പ്രസ്താവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ശിവസേനയുടെ ഹരിയാന യൂണിറ്റ് ഇതിന് ആമിർ ഖാനെതിരെ രംഗത്ത് വരികയും ആമിർ ഖാൻ്റെ കാരണത്ത് ഒരടി അടിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞു. ഇത്തരം വിവാദങ്ങൾ, അതായത് അസഹിഷ്ണുതയെക്കുറിച്ച് ആമിർ ഖാൻ പറയുമ്പോൾ തന്നെ അസഹിഷ്ണുത എത്രമാത്രം രാജ്യത്ത് ഭീകരമായി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തുടർച്ചലനങ്ങളാണ് വീണ്ടും ഈ പ്രസ്താവനയോടനുബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രസ്താവനയാണ്. പതിവ് പോലെ എന്നും ഈ കാര്യത്തിൽ അഭിലാഷ്, ആമിർ ഖാൻ വിമർശിച്ചത് കേന്ദ്ര സർക്കാരിനെയും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ അസഹിഷ്ണുത അടങ്ങിയ നീക്കങ്ങളെക്കുറിച്ചുമാണ്. അങ്ങനെ ആ അസഹിഷ്ണുതയ്ക്കെതിരെ പറഞ്ഞ ഒരാൾ രാജ്യത്തിനെതിരെ പറഞ്ഞു എന്ന ധ്വനി ഉണ്ടാക്കുകയും അദ്ദേഹം പറഞ്ഞ അസഹിഷ്ണുത തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഉണ്ടായത്. പ്രാചിയുടെ വാക്കുകളും ഒടുവിൽ അത് തന്നെയാണോ സ്ഥിരീകരിക്കുന്നത്? തീർച്ചയായും അജിംഷാദ്, കാരണം രാജ്യം എന്ന് പറയുന്നതും രാജ്യം ഭരിക്കുന്ന സർക്കാരും രണ്ടും രണ്ടാണ് എന്നുള്ളൊരു വകതിരിവില്ലാത്ത പ്രസ്താവനയാണ് വേണം നമുക്ക് ഇതിനെ കാണാൻ. കാരണം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ജനാധിപത്യ ഭരണ രീതിയിലുള്ള ഒരു സർക്കാർ മാത്രമാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. ഇതിനപ്പുറമാണ് രാജ്യം എന്ന് പറയുന്നത്. ആ രീതിയിൽ അദ്ദേഹം വിമർശിച്ചത് രാജ്യത്തെ ഭരണാധികാരികളെയും അവരുടെ വർഗീയ നിലപാടുകൾക്ക് ചൂട്ടുപിടിക്കുന്ന അവരുടെ ഭരണകക്ഷിയും അതുമായി ബന്ധപ്പെട്ട് അവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും. എന്നാൽ അത്തരം ഒരു പ്രസ്താവന അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കാതെ അത് രാജ്യത്തിനെതിരായി അദ്ദേഹത്തെ രാജ്യദ്രോഹിയെ ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. മുമ്പ് ഇത് സമാനമായി പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് തന്നെ അറിയാം, ഷാരൂഖ് ഖാനും സമാനമായ ഒരു പ്രസ്താവന നടത്തിയാൽ അദ്ദേഹത്തിനെതിരെ ശിവസേനയും ബി.ജെ.പിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇത്തരം ഹിന്ദു വർഗീയ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിനോട് പാകിസ്ഥാനിലേക്ക് പോകണം തുടങ്ങിയ പ്രസ്താവനകൾ ഈ സാക്ഷി മഹാരാജ് ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾ നടത്തിയാൽ നമുക്ക് അറിയാം. സമാനമായ പ്രസ്താവന തന്നെയാണ് സാധ്വി പ്രാചിയിൽ നിന്നും പ്രതീക്ഷിച്ചത്. പിന്നെ ഈ ഒരു വനിതാ നേതാവിൽ നമുക്ക് ഇത് മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റൂ. കാരണം അവർ ഇതല്ലാതെ മറ്റൊന്നും പറയില്ല. എന്തുകൊണ്ടാണ് അവരുടെ പ്രസ്താവന ഇത്രയും വൈകിപ്പോയി എന്നൊരു അത്ഭുതം മാത്രമേ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സാധ്വി പ്രാചിയുടെ ഒരു പ്രസ്താവന അങ്ങേയറ്റം വർഗീയമായ ഒരു പ്രസ്താവനയെ ജനങ്ങൾ സാധാരണ രീതിയിൽ ആരും മുഖവിലേക്ക് എടുക്കുമെന്ന് തോന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ആമിർ ഖാൻ പറഞ്ഞ വാക്കുകൾ കൂടുതൽ പ്രസക്തമാകുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അസഹിഷ്ണുത നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അസഹിഷ്ണുത ഏത് രീതിയിൽ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ, വിദേശത്തുള്ള പല രാജ്യങ്ങളുമായിട്ട് ഉപമിച്ച് ആ രാജ്യങ്ങളിൽ പലപ്പോഴും നിലനിൽക്കുന്ന അസഹിഷ്ണുത നമ്മുടെ രാജ്യത്തില്ല. അതുമായി നോക്കുമ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നോക്കുമ്പോൾ സഹിഷ്ണുതയാണ് എന്ന് വാദിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും ഒരു തിരിച്ചടി എന്ന് തന്നെയാണ് ഈ സാധ്വി പ്രാചിയുടെ പ്രസ്താവന നമുക്ക് കുട്ടി വായിക്കാൻ പറ്റുന്ന അജീം ഷാ. തീർച്ചയായും അഭിലാഷ് കടക്കലാണ് വിവരങ്ങൾ നൽകിയത്. ആമിർ ഖാനെതിരെ സാധ്വി പ്രാചി, ഹിന്ദുക്കളായവർ ആമിർ ഖാൻ്റെ ചിത്രങ്ങൾ ബഹിഷ്കരിക്കണമെന്നാണ് സാധ്വി പ്രാചിയുടെ പുതിയ പ്രതികരണം. ഇതിൻ്റെ വിശദാംശങ്ങളാണ്, സമഗ്ര വിവരങ്ങളാണ് അഭിലാഷ് കടക്കൽ നൽകിയത്.